സർ, ഈ കോൺഗ്രസിനിടയിലുള്ള ഈ ഒരു തമ്മിലടി ഇത് എവിടെ ചെന്നെത്തും? മാത്രമല്ല, മുസ്ലിം ലീഗിന് ഇതിനൊരു അതിർത്തിയില്ലേ? മഹാഭാരതത്തിൽ യാദവ വംശത്തെ പറ്റി കേട്ടിട്ടില്ലേ? എല്ലാം തമ്മിലടിച്ച് ഏരക പുല്ല് പറിച്ച് തമ്മിലടിച്ച് തീർന്ന ഒരു വംശമാണ് യദുകുലം. അതുപോലെ സംഭവിക്കും. അവരിപ്പോൾ തീരാൻ പോവുകയാണ്. തീരാൻ പോകുന്നത് ആളി കത്തു എന്നൊക്കെ പറയും. അവർ കോൺഗ്രസ് പാർട്ടി ഇത് BJP ഉന്നം വെച്ചിരിക്കുന്ന അതാണല്ലോ, തകർത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, നിലം പരിശാക്കുക എന്നുള്ളതാണ്. ഇത് പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞു. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതാണ്. EMS പിന്നീട് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ഇനിയിപ്പോൾ പിരിച്ചുവിടത്തില്ല, ഇവർ പിരിഞ്ഞു പൊക്കോളും. ആ സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ പ്രശ്നം രൂക്ഷമാകാൻ പോകുന്ന എന്താണെന്നറിയാം. ഇപ്പോൾ ഇവർക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഇനി ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ കലഹവും ബഹളവും ഓരോ ഗ്രൂപ്പും. ഇതിനിടയ്ക്ക് നമുക്കറിയാവുന്നതാണ്, ഭരണം കിട്ടിക്കളയും എന്നുള്ള രീതിയിൽ ഇവർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുറേ പേര് കുപ്പായം തയ്ച്ചു. ചെന്നിത്തല നായർ, സതീശന്, പിന്നെ തരൂർ നായർ, ഇങ്ങനെ കുറേ പേര് തയ്ച്ച് റെഡിയായി നിന്നതാണ്. ഹൈക്കമാൻഡ് വിളിച്ച് എല്ലാത്തിനെയും ഒന്ന് ശാസിച്ചു. ഹൈക്കമാൻഡിൻ്റെ ശാസനയെല്ലാം കണക്കാം. പിന്നെ KC വേണുഗോപാലും ഡൽഹിയിൽ റെഡിയായി കുപ്പായം തയ്ച്ച് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇതുകൊണ്ട് കുഴപ്പം സംഭവിക്കുന്നത് ഈ UDFിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ്സുകാരുടെ ഈ ഒരുമാതിരി ഈ പിള്ളേരുകളി ഇനി നടക്കത്തില്ല എന്ന് അവർ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അവരിത് കളഞ്ഞിട്ട് പോകും. അവർ 10-20 സീറ്റുള്ളവരാണ്. അവർ കേരളത്തിലെ നിർണായക ഒരു ഘടകം തന്നെയാണ്. എപ്പോഴും ലീഗായാലും കേരള കോൺഗ്രസ് പിന്നെ പിളർന്ന് അങ്ങനെ കിടക്കുകയാണ്. എല്ലാത്തിലുമുണ്ട്. ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞ പോലെയാണ്. കേരള കോൺഗ്രസ് ഇല്ലാത്ത കാര്യമില്ല. ലീഗ് അതല്ല. ലീഗ് ഒരു ഭാഗത്ത് നിൽക്കുക. UDFിലാണ് UDF, LDFിലാണ് LDF. LDFിലേക്ക് കുറേ കാലമായിട്ട് ലീഗിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ലീഗ് നോട്ടമിട്ട് നിൽക്കുന്നുണ്ട്. അവർ റെഡ് കാർപ്പറ്റ് വിരിച്ച് റെഡിയാണ്. അവർ ഇടയ്ക്ക് MV ഗോവിന്ദൻ പറയുകയുണ്ടായി, ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ താലിയാർത്തി ഞങ്ങൾ ഇവിടെ ഇരുത്താം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അഗ്നിശുദ്ധി വരുത്തി വരണം, അവരെ മൊഴിയൊല്ലി വരണം, എങ്കിൽ ഞങ്ങളിവിടെ കൂടെ ഇരുത്താം എന്നുള്ള രീതിയിൽ. ലീഗിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. ഇതിപ്പം പിണറായി ഭരണത്തിൽ വന്നിട്ട് 10 വർഷത്തോളം എത്താൻ പോവുകയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇങ്ങനെ കലഹിക്കുമ്പോൾ ഭരണം കിട്ടാതെ പോകും. ഉറപ്പായ കാര്യമാണ് അത്. കോൺഗ്രസ് എന്തിൻ്റെ പേരിലാണ് ഇപ്പം ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? ഒരു കാര്യത്തിലുമില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചെന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ ഉള്ള മണ്ഡലം നിലനിർത്തി. ഏത് ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ചോദിക്കാം. പുതുപ്പള്ളിയിലെ അവർക്ക് വിജയമുണ്ടായത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു വിജയമാണത്. തൃക്കാക്കരയിൽ അത് PT തോമസിനോടുള്ള ഒരു ബഹുമാനം കൊണ്ടുണ്ടായ വിജയമാണ്. LDF സ്ഥാനാർത്ഥി അത്രയും ദുർബലനായിരുന്നു. പാലക്കാട് അവരുടെ നിലവിലുണ്ടായിരുന്ന മണ്ഡലമാണ് ഷാഫി പറമ്പിലിൻ്റേത്. പിന്നീട് ചേലക്കരയിൽ CPM ആണത് നിലനിർത്തിയത്. അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് 2026 അധികാരത്തിൽ വരുമെന്ന്? പല ജനകീയ പ്രശ്നങ്ങളിൽ ഇവർക്ക് വേണ്ട തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ഈ കലഹമാണ്. മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം കാരണം ക്രൈസ്തവ വിഭാഗം മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി. BJPയോടെ ചായ്വ് പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ല്, മുനമ്പം പ്രശ്നങ്ങളിലൊക്കെ ക്രൈസ്തവ വിഭാഗത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായി. ക്രൈസ്തവരിലെ പല പ്രധാനപ്പെട്ട വ്യക്തികളും BJPയിലേക്ക് നിൽക്കുകയാണ്. PC ജോർജും ഷോൺ ജോർജും ജേക്കബ് തോമസും അൽഫോൺസ് കണ്ണന്താനവും ഇവരുടെയൊക്കെ ഒരു വൻ നിര BJPയിൽ നിൽക്കുമ്പോൾ അവരിലുള്ള ഒരു വിശ്വാസ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ക്രൈസ്തവ സഭ അങ്ങോട്ടേക്ക് മാറുകയാണ്.
ബിഷപ്പുമാരൊക്കെ തന്നെ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കാണുകയൊക്കെ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ബിഷപ്പ് ഹൗസുകളിലൊക്കെ തന്നെ അമിത്ഷായും അതുപോലുള്ള BJPയുടെ ഉയർന്ന നേതാക്കളും ഒക്കെ എത്തുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് വിരുന്നായാലും ഈസ്റ്ററിനും ഒക്കെ എത്തി. അതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗവും അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് UDF 26-ൽ വരുമെന്ന് പറയുന്നത്? കോൺഗ്രസിനകത്തെ ഈ ഒടുക്കത്തെ കലഹം കാരണം പിണറായി മൂന്നാമതും അധികാരത്തിൽ വരുന്നതാണ് കാണുന്നത്. കാരണം BJP ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം. പഴയ K. സുരേന്ദ്രൻ അല്ല ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, രാജീവ് ചന്ദ്രശേഖറാണ്. മോദി വന്നപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചല്ലോ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് ചോദിച്ചത്, ഔദ്യോഗിക പരിപാടിക്ക് വന്നപ്പോൾ പോലും. അപ്പോൾ കേന്ദ്രം വെറുതെ ഒന്നും അല്ല ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ ലീഗിന് ഇനി ഇത് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അതായത് ഭരണമില്ലാതെ ലീഗ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. കോൺഗ്രസിന് 2 തവണയായിട്ട് ഭരണമില്ലാതിരിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പോയി, ചുരുങ്ങി. കഞ്ഞിയും പയറും കുടിച്ചു കിടക്കാനൊന്നും പറ്റുന്നില്ല ഇവർക്ക്. എല്ലാത്തിനും അറുമാതിച്ച് നടക്കണ്ടേ കോൺഗ്രസ് കുപ്പായം അണിഞ്ഞ് നടക്കുന്നവർക്കൊക്കെ? അതിനില്ല. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സാമ്പത്തിക പരാധീനതയൊന്നുമില്ല. അവർ വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സുരക്ഷിതരാണ്. പക്ഷേ അധികാരം അവർക്ക് വേണം. അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? 2026 എങ്ങോട്ടേക്ക് മാറും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലീഗ് അങ്ങോട്ടേക്ക് പോകും, ഉറപ്പാണ്. ഇനിയിപ്പോൾ UDFുമായിട്ടുള്ള ബാന്ധവമെല്ലാം കളയുമെടുത്ത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ലീഗ് പോയി കഴിഞ്ഞാൽ തീർന്നു. UDF തന്നെ ഏതാണ്ട് ക്ഷയിച്ചു എന്നുള്ളതാണ്. ലീഗ് പലവട്ടം ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചു. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ തമ്മിലടി നിർത്തുക. അവർ ഇപ്പോൾ ക്രൈസ്തവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2 പേരുടെ പേര് പറയുന്നുണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക്. അപ്പോൾ ഈ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് പോകത്തില്ല. ഈഴവ സമുദായത്തിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രബലമായ സ്ഥാനമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിന് കൊടുക്കണം, അത് ചെയ്യത്തില്ല. അടൂർ പ്രകാശ് KPCC അധ്യക്ഷ സ്ഥാനത്ത് വരാൻ വളരെ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ 2 പേര് സണ്ണി ജോസഫിനെയും ആൻ്റണിയും ഒന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം അടൂർ പ്രകാശ് പോലുള്ള ഒരാൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. കോന്നി MLA ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട്. കോന്നി വിട്ടുവരാൻ തന്നെ മടിയായിരുന്നു. അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നു 2019. അവിടെ വന്നു കഴിഞ്ഞ് പിന്നീട് 2024 അദ്ദേഹം തോക്കുകയാണ്, അങ്ങ് തോക്കട്ടെന്നുള്ള രീതിയിൽ പ്രവർത്തനമായിരുന്നു. എന്നിട്ടും നാട്ടുകാർ വിട്ടില്ല, ജയിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കലഹം നടത്തുമ്പോൾ ലീഗ് ഇനിയും കോൺഗ്രസിനകത്ത് UDFിനകത്ത് നിൽക്കത്തില്ല. ലീഗ് മറുകണ്ഠം ചാടും. ലീഗ് പോകുന്നതിന് പിന്നാലെ മറ്റ് ഘടകകക്ഷികളും പോകും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ ഒരു അന്തഛിദ്രമാണ്, UDFിൻ്റെ അന്തഛിദ്രമാണ് കാണാൻ പോകുന്നത്.